നീ രക്ഷപ്പെട്ടു എന്നാണോ കരുതിയിരിക്കുന്നത്? നിന്നെ ഞാനിപ്പോ കൊല്ലാൻ പോവാ. നിന്നെ കണ്ടതിന്റെ ഷോക്ക് അവന്തിക്ക് മാറിയിട്ടില്ല. അവന്തിക്ക് മാത്രമല്ല, ഞങ്ങൾക്കും. എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം. ഈശ്വരന്റെ അനുഗ്രഹം മാത്രമല്ല അച്ഛാ, എന്നെ ഇവിടെ എത്തിച്ചത് അർച്ചനയും സന്ധ്യ ഡോക്ടറും കൂടിയാ. ഞാൻ പെട്ടുപോയെടുത്തുനിന്ന് ജീവൻ പണയം വെച്ചാണ് ഇവരെന്നെ രക്ഷപ്പെടുത്തിയത്. കേൾക്കുന്നവർക്ക് ഇതൊരു കഥയോ കൗതുകമായോ ഒക്കെ തോന്നാം. അനുഭവിച്ച എനിക്കും ഇവർക്കും അങ്ങനെയല്ല. സച്ചി, എടാ, നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിന്റെ അർച്ചന. പണ്ടെന്തോ നാട് വിട്ടുപോയ ഭർത്താവിൻ്റെ ചേട്ടനായ കേട്ടുകേഴ്വി മാത്രമുള്ള എന്നെ കണ്ടെത്തി രക്ഷപ്പെടുത്തി ഇവിടെ എത്തിക്കുക എന്ന് പറഞ്ഞ ഈ നിൽക്കുന്ന എല്ലാവരും ചിന്തിക്കുന്നതിനപ്പുറം അപകടം നിറഞ്ഞ ഒന്നായിരുന്നു. ഒരു നന്ദിയിൽ ഞാനൊന്നും ഒതുക്കുന്നില്ല. സ്വന്തം ഏട്ടനായി ഞാനെന്നും ഉണ്ടാവും. അതുപോലെ തന്നെ ഡോക്ടറോട് എന്നും ഞാനും എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കും. നിങ്ങളുടെ നല്ല മനസ്സിനും അർച്ചന ഇതിനായി തുനിഞ്ഞിറങ്ങിയതുകൊണ്ടാണ് എനിക്ക് തിരികെ വരാൻ സാധിച്ചത്. ഇനി അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെയും സമയത്തെയും തിരിച്ചു പിടിക്കലാണ്. വാടാ വാമോളെ. ഹലോ മോളെ. എന്തൊക്കെ അമ്മാവായി നടക്കുന്നതൊക്കെ? അത് മോളെ, എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധോ? അങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞു കളയാൻ പറ്റുന്ന ഒരു കാര്യമാണോ നടന്നിരിക്കുന്നേ? ഞാൻ അമ്മാവനോട് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ ശ്രദ്ധിക്കണം എന്ന്. എന്താണോ നടക്കാൻ പാടില്ല എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചത് അത് തന്നെ നടന്നു കഴിഞ്ഞു. നന്ദൻ എന്നെ കൊല്ലും, എനിക്ക് ഉറപ്പാ. അത് അവനത് എന്നോട് പറയുകയും ചെയ്തു. ആ അർച്ചനയും സന്ധ്യയും അവിടെ വന്ന് രക്ഷിച്ചു എന്ന് പറയുന്നതിനൊക്കെ നല്ലതേ ഞാനങ്ങ് ആത്മഹത്യ ചെയ്യുന്നതാ. ആ വീട്ടിൽ വന്ന് അമ്മാവന്റെ കണ്ണ് വെട്ടിച്ച് ഇത്രയൊക്കെ അവള് ചെയ്തിട്ടുണ്ടെങ്കിൽ അർച്ചനയുടെ ധൈര്യം എത്രയെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയായത്. അറിയാലോ അമ്മാവനെന്റെ സ്വഭാവം. തീരെ നിവർത്തികെട്ടാ. എന്തൊക്കെ ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. ജീവിതത്തിനും മരണത്തിനും ഇടയിലാണ് ഞാനിപ്പോ. ഒന്നുകിൽ പിന്നീട് എന്നോ ചെയ്യാനിരുന്ന കൊലപാതകങ്ങൾ ഇപ്പൊ ചെയ്യും, അല്ലെങ്കിൽ നന്ദനെ വീണ്ടും ലോക്ക് ചെയ്ത് പൂട്ടണം. ഇതിലൊന്ന് തീരുമാനിച്ച് ഞാൻ വേഗം തിരിച്ചു വിളിക്കാം.
അവന്തികെ, നീ ഇപ്പോ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ ഏത് ചെയ്താലും അത് ആത്മഹത്യപരമാണ്. എല്ലാത്തിനെയും കൊല്ലണമെന്ന് നിന്നെപ്പോലെ ആഗ്രഹമുള്ളവനെ ഞാനും. പക്ഷേ ഇപ്പോൾ ഉള്ള ദേഷ്യത്തിൽ എടുത്തു ചാടി ചെയ്യേണ്ട ഒന്നല്ല അത്. അങ്ങനെ ചെയ്താൽ നിനക്കവിടെയുള്ള 7 പേരെയും ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത് നിന്റെ തന്നെ ജീവൻ ആപത്താവുകയും ചെയ്യും. പിന്നെ നന്ദനെ വീണ്ടും ബന്ധിക്കുന്ന കാര്യം, അവൻ അവിടെ തിരികെ വന്നിട്ട് ആരോടും ഒന്ന് തുറന്നു പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞിട്ടില്ല, അതാണ് എന്റെ പേടി. പിന്നെ എനിക്ക് മാത്രം മനസ്സിലാവുന്ന തരത്തിലുള്ള വർത്താനം എനിക്കുറപ്പാ. അവനെന്തോ വലുതെന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് അറിഞ്ഞിട്ട് പോരെ ബാക്കി. എന്തായാലും ആ കുടുംബത്തെ നശിപ്പിക്കാൻ ഇനിയധികം വൈകില്ല. വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ നിന്റെ പ്രതികാരത്തിന്. അതുവരെ ആ വീട്ടിൽ തന്നെ നീ ജീവിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എടുത്തു ചാടി അബദ്ധം കാണിച്ചാൽ ഒന്നുകിൽ നിന്റെ ജീവിതം അവസാനിക്കും, അല്ലെങ്കിൽ ജീവിതം അവസാനം വരെ ഇരുമ്പഴിക്കുള്ളിലാകും. അതുകൊണ്ട് ഇപ്പൊ ആവശ്യം നിശബ്ദതയാണ്. ഏകാഗ്രതയോടുള്ള നിശബ്ദത. ചുറ്റുമെന്താണ് നടക്കുന്നതെന്ന് നീ മനസ്സിലാക്ക്. എന്നിട്ട് വാളെടുത്തിറങ്ങി. ഇനി അഥവാ നന്ദൻ സത്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ വലിയ പാടാ. പിന്നെ തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ ഏതെങ്കിലും ഒന്നിന്റെങ്കിലും ജീവൻ എടുത്തോണ്ടേ നീ ആ വീട്ടിൽ നിന്നിറങ്ങാവൂ. നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് അത്രയും നീ പിടിച്ചു നിൽക്കി. താനെന്താ മാറി നിൽക്കുന്നേ? ഇനിയും എനിക്കവിടെ പിടിച്ചു നിൽക്കാനാവില്ല സച്ചേട്ടാ. അച്ഛനെ ഇത്ര സന്തോഷത്തിൽ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എല്ലാവരുടെയും ഈ സന്തോഷം കാണാനാവും ഈശ്വരൻ എനിക്ക് ധൈര്യം തന്ന് എന്നെ കൊണ്ടുവൊക്കെ ചെയ്യിച്ചത്. ഇന്നത്തെ ദിവസം എനിക്കും സന്ധ്യ ഡോക്ടർക്കും അത്ഭുതം നിറഞ്ഞതായിരുന്നു. ആ അത്ഭുതത്തിൽ നിന്നുകൊണ്ടാ ഇതെല്ലാം ഉണ്ടായത്. ഈ ദിവസം മുതൽ ഇനി അങ്ങോട്ട് എന്നും ഈ കുടുംബവും ഞാനും തന്നോട് കടപ്പെട്ടിരിക്കും അർച്ചന. അത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടാ താൻ എന്റെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നേ. ശരിക്കും ഏട്ടൻ എവിടെ ഉണ്ടായിരുന്നേ? എന്ത് ചെയ്യായിരുന്നു? താൻ എങ്ങനെയാ ഏട്ടനുള്ള സ്ഥലം മനസ്സിലാക്കിയേ? ഇത്രയും നാളും തിരികെ വരാൻ കൂട്ടാക്കാതിരുന്ന ഏട്ടൻ എങ്ങനെയാ തന്നോടൊപ്പം ഇപ്പൊ വരാൻ തയ്യാറായത്? ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് എന്റെ മനസ്സില്. എന്റെ മാത്രമല്ല, ഇവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സില്. എനിക്കറിയാം സച്ചേട്ടാ, ഇപ്പോഴുള്ള ഈ സന്തോഷം കെട്ടടങ്ങി കഴിയുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഉയർന്നു വരും. പക്ഷെ നന്ദേട്ടൻ ഇവിടുന്ന് പോയ അന്നു മുതൽ ഞാൻ ഇന്ന് നന്ദേട്ടനെ കാണുന്നത് വരെയുള്ള ജീവിതം ഈ വീട്ടിലുള്ള ആരും അറിയാൻ ശ്രമിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് എനിക്ക്. കാരണം അതത്ര സുഖമുള്ള കാര്യങ്ങളല്ല. ഈ സന്തോഷത്തിൽ അതെല്ലാം എല്ലാവരും മറക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനർത്ഥം ഞാൻ ഒരിക്കലും സച്ചേട്ടനിൽ നിന്നും ഇതെല്ലാം എന്നേക്കുമായിട്ട് ഒളിച്ചു വെക്കുന്നു എന്നല്ല. പറയാം, ഞാൻ എല്ലാം പറയാം. പക്ഷേ അതിന് എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന് മാത്രം. താൻ പറഞ്ഞതുപോലാണെങ്കിൽ ഈ സന്തോഷത്തിലും ആഹ്ലാദത്തിലും അതൊക്കെ മറക്കുന്നേ നല്ലത്. കാതിന് കേൾക്കാൻ സുഖമില്ലാത്ത വാർത്തകൾ കേട്ട് കണ്ണു നിറയ്ക്കുന്നതിനേക്കാളും നല്ലത് സൗകര്യപൂർവമായി അതങ്ങ് മറക്കുന്നത് തന്നെയാ. ചിലപ്പോ
നന്ദേട്ടനും അതിനെക്കുറിച്ച് ആലോചിക്കാനും അതൊന്നും ഓർക്കാനും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. സന്ദീപിനോടും മറ്റുള്ളവരോടും ഞാൻ പറഞ്ഞോളാം, തൽക്കാലത്തേക്കെങ്കിലും ഇത്രയും വർഷത്തെ നന്ദേട്ടന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കരുതെന്ന്. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയത് തിരികെ കിട്ടിയതല്ലേ, അതും എന്റെ കൂടപ്പിറപ്പിന്. അതിന് ഞാൻ തന്നോട് എത്ര നന്ദി പറഞ്ഞാലാ മതിയാവുക? ഞാൻ തിരികെ എന്ത് ചെയ്തെന്നാലാ പകരാവുക? അറിയില്ല. അതിനുള്ള അവസരങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ പ്രത്യുപകാരം ചെയ്തോളാം. എന്തിന്? എന്റെ അനൂപേട്ടൻ സച്ചേട്ടൻ ആരാണോ അതുപോലെ തന്നെയാ എനിക്ക് നന്ദേട്ടനും. എന്റെ സഹോദരനെ ഞാൻ കണ്ടെത്തി. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും വേണ്ട. ഞാനൊന്നും ആഗ്രഹിക്കുന്നുമില്ല. ഇന്നു മുതൽ ഈ വീട് ശരിക്കൊരു വീടാവുക. ഈ വീട്ടിലെ പലരുടെയും മാറ്റം സച്ചേട്ടൻ കാണാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് സച്ചേട്ടന് മനസ്സിലായില്ല അല്ലേ? കാണാൻ പോകുന്ന പൂരം ഞാനായിട്ട് പറഞ്ഞ് അതിന്റെ രസവും ഭംഗിയും ഒന്നും കളയുന്നില്ല. ഇന്നു മുതൽ അങ്ങോട്ട് ഇനി പൂരമായിരിക്കും ഈ വീട്ടില്. സച്ചേട്ടൻ കണ്ടു. നിങ്ങളെക്കുറിച്ച് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. കാണുന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ. മാഷിനെയും കമലയും കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടെന്നോ? അതെങ്ങനെ? അല്ല, ഇങ്ങോട്ട് വരുന്ന വഴി കാര്യങ്ങളെല്ലാം അർച്ചന പറഞ്ഞിരുന്നു. ഓ, അങ്ങനെ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അർച്ചനയുടെ ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പേ പോയി. ഇപ്പൊ അങ്ങോട്ട് പോയതേ ഓ, ഉള്ളൂ. നന്ദന്റെ കാര്യം പറഞ്ഞ് സേതു എപ്പോഴും വിഷമിക്കുമായിരുന്നു. ഇനി അതിന്റെ ആവശ്യമില്ലെന്ന് മാത്രമല്ല, സേതുവിനൊപ്പം തന്നെ നിന്ന് കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരാളായല്ലോ. അതേ മാഷെ, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്നുപോയാൽ ഈ കുട്ടികൾ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. എല്ലാം മുന്നിൽ നിന്ന് നടത്താൻ ഒരാളായല്ലോ. അതാണ്. അച്ഛാ, ഇനി എല്ലാത്തിനും ഞാൻ ഇവിടെ തന്നെയുണ്ട്. ചിലതൊക്കെ മനസ്സിൽ കരുതിയിട്ട് തന്നെയാ ഞാൻ വന്നത്. എങ്ങനെയുള്ള ജീവിതമായിരുന്നു എന്നും ഞങ്ങൾക്കറിയില്ല. നന്ദന്റെ ഈ തിരിച്ചുവരവിന് കാരണമായത് എന്റെ മകളാണെന്ന് പറഞ്ഞു കേട്ടു. അതിൽ ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. ആതിരേക്കാൾ കുറച്ച് ധൈര്യം കൂടുതലാ അച്ഛന്. അത് പലപ്പോഴും അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ടുമുണ്ട്. ആ ധൈര്യം എന്തായാലും ഇപ്പൊ ഉപകാരമായല്ലോ. ഇവിടെ എല്ലാവരുടെയും സന്തോഷം കാണുമ്പം, അതും എന്റെ മകള് കാരണമെന്ന് ആലോചിക്കുമ്പോ, അമ്മ എന്ന നിലയിൽ എനിക്കെന്താ പറയേണ്ടെന്നറിയില്ല. എനിക്ക് ഏറ്റവും നന്ദി പറയേണ്ടത് നിങ്ങൾ രണ്ടുപേരോടുമാണ്. അർച്ചനെ പോലെ ഒരു മകളെ എൻ്റെ അനിയന് കൊടുത്തതിന്, ഈ വീട്ടിലേക്ക് മരുമകളായി അയച്ചതിന്. വന്നു കയറുന്ന പെമ്പിള്ളേരുടെ കയ്യിലാ ആ വീടിന്റെ മനസമാധാനം. ആ സമാധാനം നിലനിർത്താൻ പറ്റിയ പകുതി വിജയിച്ചു എന്നാ. അർച്ചനയ്ക്കതിൽ 100-ൽ 100 മാർക്ക് അല്ലേ ചാ? ഇത് അത് ആതിര, മാഷിന്റെ രണ്ടാമത്തെ മകളാ. ആ പിന്നെ സന്ദീപിന്റെ ഭാര്യയും. ഇവര് തമ്മിൽ സ്നേഹിച്ച് വിവാഹം കഴിച്ച ചേട്ടാ. ആതിര ഇപ്പൊ പ്രഗ്നന്റുമാണ്. ഇതൊക്കെ എപ്പോ? സന്ദീപിന് വിവാഹപ്രായമായെന്ന് ഞാൻ ഇപ്പോഴറിയുന്നത്. ഇത് മീരടുത്തി. അർച്ചനയുടെ ഏട്ടൻ അനൂപേട്ടന്റെ ഭാര്യ. ആതിരെ നോക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നേ.
അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അല്ല അനക്കെ, നിനക്ക് സുഖം തന്നെയല്ലേ? ഇപ്പോ എന്ത് ചെയ്യുന്നു? പഠിക്കണോ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. എപ്പോഴും ഇവിടെ തന്നെ കാണും. അല്ല അവന്തി എവിടെ? ഞാനിവിടെ ഉണ്ട്. നീ എന്താ മാറിയിരിക്കുന്നത്? എടുത്തേക്ക് ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. അതെ അതെ, ഇനിയല്ലേ ഏട്ടത്തി ഷോക്കാകാൻ പോകുന്നത്. ഞാൻ ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. രാവിലെ വന്നതാ, ഇനി ഇരുന്നാ താമസിക്കും. ഇന്നിനി പോണോ മാഷേ? അയ്യോ പോണം സേതുട്ടാ. ആവണിമോളിപ്പോ സ്കൂളിൽ നിന്ന് വന്നു കാണും. അനൂപ് മാത്രല്ലേ ഇവിടെ ഉള്ളൂ. ഞങ്ങളല്ലാതെ വേറൊരു ദിവസം വരാം. അതെ, ഇനി വരുമ്പോ അനൂപിനോട് കൂടി വരാൻ പറയണം, എനിക്കൊന്ന് കാണാലോ. ആ ആയിക്കോട്ടെ. നന്ദ, നീ കുറച്ചേരം റെസ്റ്റ് എടുക്ക, എന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ശരി അച്ഛാ. എന്നാ പിന്നെ ഇനി ഒരു ദിവസം വരാം. ഓ ശരി എന്നാ. അവന്തി വന്നേ, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വാ പാടൂ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ എന്റെ ഉദ്ദേശം എന്താണെന്ന്? ഇല്ലെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നിനക്ക് കിട്ടിയ ഈ അടി ഇത്രയും നാളും നീ എന്നെ തടങ്കലിൽ വെച്ചത്. ഇത് എന്നോട് കാണിച്ച കൊള്ളരുതായ്മയ്ക്കും എന്നെ ദ്രോഹിച്ചതിനും. അച്ഛനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ അച്ഛാ? ചില കാര്യങ്ങൾ അങ്ങനെയാ മോളെ. എവിടെ എങ്ങനെ തുടങ്ങണമെന്നറിയാതെ പകച്ചു നിന്നു പോവും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. അച്ഛൻ എന്നോടൊരു കാര്യം പറയണമെങ്കിൽ അങ്ങനെ ഒരു ആമുഖത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്, എനിക്കറിയാം. ഇനി ഓരോന്ന് പറഞ്ഞു തുടങ്ങിയാൽ അടികളുടെ ആവശ്യം നിനക്ക് കുറേ ഉണ്ട്. നീ എന്ത് കരുതി? ഉള്ള കാലം മുഴുവൻ എന്നെ പൂട്ടിയിട്ട് എന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന്? ഏത് തിന്മയും ജയിക്കുന്നൊരു നന്മയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഞാൻ. ഇനി ഈ കുടുംബം പോയിട്ട് ഇവിടെയുള്ളൊരു ഒറ്റ മനുഷ്യന്റെ ദേഹത്ത് നീ തൊടത്തില്ല. എനിക്കറിയാം, ഈ വീട്ടിൽ ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടായാ അത് നിന്റേതാക്കിയെടുത്ത് അതിന് പരിഹാരം കണ്ടുപിടിക്കുന്നവളാ നീ. പക്ഷേ കുറേ ദിവസങ്ങളായി ഞാൻ നിന്നെ അകറ്റി നിർത്തി. അത് അച്ഛൻ്റെ മനസ്സിൽ അത്രയും വേദന ഉണ്ടായതുകൊണ്ടാ. നീ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കാര്യത്തിന് എല്ലാവരും വിഷമിക്കുന്ന കണ്ടപ്പോ എപ്പോഴോ മനസ്സിൽ കയറിക്കൂടിയ ദേഷ്യമായിരുന്നു അത്. മോളതൊക്കെ മറക്കണം. പറ്റില്ലെങ്കിലോ?
അങ്ങനെ അർച്ചനയുടെ കാൽ കീഴിൽ ജീവിക്കാൻ എനിക്ക് പറ്റില്ലെങ്കിലോ? അതിലും ഭേദം ഞാൻ ആത്മഹത്യ ചെയ്യുന്നതാ. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ എന്നെ കൊല്ലുംന്ന്. കൊല്ല്, എന്നെ കൊല്ല്. അങ്ങനെ അവള് പറഞ്ഞിട്ട് എനിക്ക് മാപ്പൊന്നും തരണ്ട നിങ്ങളാ. മാപ്പ് തന്നു ആര് പറഞ്ഞു? ഈ വീട്ടിലേക്ക് വന്ന ഉടനെ എല്ലാവരെയും സത്യം അറിയിച്ചിട്ട് നിന്നെ ഇവിടെ ഇട്ട് കൊല്ലാൻ തന്നെയാ ഞാൻ വന്നത്. അതിപ്പോ വേണ്ടാന്ന് പറഞ്ഞത് അർച്ചനയാ. അവളുടെ മനസ്സിലെ നന്മ കൊണ്ട്. നിന്റെ മനസ്സിലെ ആ നന്മ കാണാതെ പോയതിനും മനഃപൂർവ്വമായി ഒഴിവാക്കിയതിനും നീ അച്ഛനോട് ക്ഷമിക്കണം. അച്ഛാ, എന്താ ഇത്? അച്ഛൻ എന്നോടും മാപ്പ് ചോദിക്കേ? അതിനു മാത്രം അച്ഛൻ എന്ത് തെറ്റാ ചെയ്തേ? എണ്ണി എണ്ണി പറയണോ ഞാൻ നീ ചെയ്ത തെറ്റുകളൊക്കെ? തെറ്റെന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ഇത്രയും കാലം നീ ദ്രോഹിക്കല്ലായിരുന്നോ എന്നെ എന്റെ കുടുംബത്തെയും? ഈ രണ്ടടിയിൽ ഞാൻ നിർത്തിയെന്ന് കരുതണ്ട. ഇനി അങ്ങോട്ടുള്ള ദിവസം മുഴുവൻ നീ അനുഭവിക്കാൻ പോവുക. ഞാൻ അനുഭവിച്ചതിന്റെ ഇരട്ടിയായി. പലതവണ ഞാൻ ആഗ്രഹിച്ച കാര്യമാണ് ഇങ്ങനെ ഒരു തിരിച്ചുവരവ്. അത് അർച്ചന മുഖാന്തരം നടക്കുകയും ചെയ്തു.